ഹലോ ഗൈസ്, ഡേ 3 ഓഫ് പാരീസ്. തലേദി ബസ്സായി നടന്നില്ല ബിക്കോസ് ടിക്കറ്റ്സ് എല്ലാം തീർന്നു പോയി. നമ്മളിത് ഈസ്റ്റർ വീക്കെൻഡാണെന്നുള്ള കാര്യം ഓർത്തില്ല, നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് കാരണം ബസ്സായി പാലസ് കാണാൻ പറ്റിയില്ല. അത് കാരണം ഞങ്ങൾ ഒരു മൊനെ എന്ന് പറഞ്ഞൊരു മൊനെ നമുക്കറിയാം, ആകെ അറിയാവുന്ന മോനെ മറ്റേ അല്ലേ, അപ്പോൾ മോന് ഇതാ മോനെയല്ല, വേറൊരു മോനെ, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഫ്രഞ്ച് ആർട്ടിസ്റ്റ്. പുള്ളി ഒരു ലില്ലി പാഡ് എന്ന് പറഞ്ഞ പുള്ളിയുടെ പെയിൻറ്റിങ് ഭയങ്കര ഫേമസാണ്. അപ്പോൾ പുള്ളി ഈ പാർക്കിൽ വന്നിട്ടാണ് ആ ലില്ലി പാഡ് പെയിൻറ്റിങ് ഇവിടുന്ന് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഇത് വരച്ചത്. അപ്പോൾ ആ ലില്ലി പാഡ് പെയിൻറ്റിങ് പിന്നെ അതിൻ്റെ ഒരു മ്യൂസിയം എന്തോ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കാണാൻ പോകണം. ഇത് വലിയൊരു കൈൻഡ് ഓഫ് ഗാർഡനാണ്, കുറേ പ്ലേ ഏരിയയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ കാണാൻ പറ്റാവുന്നത് പാരീസ് അക്വേറിയം ഉണ്ട്. അവിടെ എത്രയോ 15,000 ടൈപ്സ് ഓഫ് ഫിഷും പിന്നെ വലിയൊരു ഷാർക്ക് ടാങ്ക് ഉണ്ട്, വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻ യൂറോപ്പ് എന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വൈകുന്നേരം 3 മണിക്ക്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് കുറച്ച് സ്ലോ ഡേ ആണ്, നമ്മളധികം ഓട്ടപ്പാച്ചും ചെയ്യണില്ല, കാലൊക്കെ പോയി നടന്നിറങ്ങി പണ്ടാറങ്ങി. അപ്പോൾ അതാണ് പരിപാടി. ഓക്കെ, ഓൾറൈറ്റ്, catch you later, bye bye. അല്ല ഗൈസ്, നമ്മൾ ഫ്രാൻസിൽ വന്നിട്ട് ഫ്രഞ്ച് ഫുഡ് ആദ്യം കഴിക്കാൻ പോവാണ്. ഇത് രഞ്ജിത്തിൻ്റെ കസിനാണ്, പേരെന്തായിരുന്നു? രോഹിത്. ഇത് വൈഫ് ആതിര. ഓക്കെ. നമ്മളിവിടെ ഒരു പാർക്കിൽ വെച്ച് മീറ്റ് ചെയ്തതാണ്. ആൻഡ് പുള്ളി വന്നുകൊണ്ട് മാത്രം നമ്മൾ ഫ്രഞ്ച് ഫുഡ് കഴിക്കുന്നത്. നല്ല റെസ്റ്റോറൻ്റാണ്, 4.5 റേറ്റിംഗുകളാണ്. ഞാൻ ഓർഡർ ചെയ്തത് ബീഫ് ടെൻഡർലൈൻ സ്റ്റേക്കാണ് ഇത്. പിന്നെ ഫ്രൈസ്, ബ്രെഡ് ഇപ്പോൾ കൊണ്ടുവരും. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഓക്കെ, ഈവൻ സീസർ സാലഡ് അല്ലടത്, ചിക്കൻ സീസർ സാലഡ്. പിന്നെ രോഹിത്തും ഇവർ ഫിഷാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിച്ചില്ല, മാറിപ്പോയി. മറ്റേ എന്താണ് ഇത് തന്നെ പറഞ്ഞ മസിൽസ് ആണ് അല്ലേ? മസിൽസ് ഇവിടെ എല്ലാത്തിനും ഒരു എക്സ്ട്രാ സിലബിൾ ഉണ്ടാവും. ഇംഗ്ലീഷ് ടീച്ചറാണോ? ഇത് ചിക്കൻ്റെ ലെഗ് അല്ലേ? നല്ല ആരെങ്കിലും ചിക്കൻ ആട്ടോ. ഓക്കെ, കഴിക്കട്ടെ. അപ്പൊ ഇത് വേവിച്ചാണ്, പച്ചല്ല, പിന്നെ പ്രശ്നമില്ല. കക്കറച്ചൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നന്നായിരിക്കും. ബീഫ് സ്റ്റേക്ക് കുറച്ച് ലേറ്റ് ആണ്, കഴിഞ്ഞോട്ടെ. മീഡിയം പറയാറാണ്. കക്കറച്ചി ഭയങ്കര സോഫ്റ്റ്, വലിയ അങ്ങനെ സീ ഫുഡിന് ഭയങ്കര ഫ്ലേവർ ഇല്ല, പക്ഷെ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഇത് കഴിച്ച വയറില്ലല്ലോ ടേസ്റ്റ്. പിന്നെ ഇവിടെ ആൾക്കാർ പറഞ്ഞത് വയർ നിറയ്ക്കാനല്ലോ, പിന്നെ ടേസ്റ്റ് ആയിട്ടാണ്. പൊളിച്ചെങ്കിൽ വേഗം കഴിക്കാം. അല്ല, പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, ആകെ കുറച്ചല്ലേ മീറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അവരെ നോക്കാന്ന്